MG University, English Old Syllabus, Spirit of the Times, Lesson 3, A Flood of Pseudo Events, വ്യാജ സംഭവങ്ങളുടെ ഒരു പ്രളയം. ഇതുമായി ബന്ധപ്പെട്ട ഈ ലെസനുമായി ബന്ധപ്പെട്ട നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്കാണ് നമ്മൾ നോക്കുന്നത്. Read the excerpt and answer the questions given below. ഒരു പാസേജ് ലെസനുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ടാവും. എന്നിട്ട് അത് വായിച്ചിട്ട് നമുക്ക് ഉത്തരം എഴുതാം. ചോദ്യം ഇങ്ങനെയാണ്: We need not be dash play God for us. നമ്മൾ അങ്ങനെ ചെയ്യേണ്ടതില്ല. ദൈവം നമുക്ക് വേണ്ടി കാര്യങ്ങൾ നീക്കട്ടെ. ഇങ്ങനെ പറയുന്ന ഒരു പാസേജ്, മുഴുവൻ പാസേജ് തന്നിട്ടില്ല എന്നോർക്കണം. അതിന് കുറച്ച് ഭാഗങ്ങൾ, അതിന്റെ തുടക്കവും ഒടുക്കവുമാണ് ആ പാരഗ്രാഫിന്റെ തന്നിരിക്കുന്നത്. ഇനി അതുമായി ബന്ധപ്പെട്ട് ABCD എന്നിങ്ങനെ ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം: വാട്ട് ഡിഡ് വി യൂസ് ടു ബിലീവ്? പണ്ട് കാലത്ത് നമ്മൾ എന്താണ് വിശ്വസിച്ചിരുന്നത്? We used to believe that there were very few events in the world. ലോകത്തിൽ വളരെ കുറച്ച് സംഭവങ്ങളെ നടക്കുന്നുള്ളൂ എന്നും, and the newsmen were faithfully reporting them. അങ്ങനെ ലോകത്തിൽ നടക്കുന്ന ആ സംഭവങ്ങളെ വിശ്വസ്തയോടെ വാർത്താ ലേഖകർ റിപ്പോർട്ട് ചെയ്യുന്നുവെന്നും. If there were new things, it was no fault of the reporter. പുതുതായി ലോകത്തിലൊന്നും നടന്നില്ലെങ്കിൽ അത് റിപ്പോർട്ടറുടെ ഫോൾട്ട് അല്ല. He could report only what really happened. യഥാർത്ഥത്തിൽ എന്താണോ ഈ ലോകത്തിൽ സംഭവിക്കുന്നത് അത് മാത്രം റിപ്പോർട്ട് ചെയ്യാനല്ലേ ഒരു പത്രലേഖകന് സാധിക്കൂ. ഇതാണ് നമ്മൾ പണ്ടുകാലത്ത് വിശ്വസിച്ചിരുന്നത്. എന്നാൽ അടുത്ത ചോദ്യം: ഹു ഈസ് എ സക്സസ്ഫുൾ റിപ്പോർട്ടർ? ആരാണ് ഒരു വിജയിയായ റിപ്പോർട്ടർ? എ സക്സസ്ഫുൾ റിപ്പോർട്ടർ ഈസ് വൺ ഹു ക്യാൻ ഫൈൻഡ് എ സ്റ്റോറി എനിവർ. എവിടെന്നെങ്കിലും ഒരു കഥ കണ്ടെത്താൻ കഴിയുന്നയാളാണ് ഒരു വിജയിയായ റിപ്പോർട്ടർ. ഹി വിൽ മേക്ക് ന്യൂസ് ബൈ ഇന്റർവ്യൂയിങ് പബ്ലിക് ഫിഗേഴ്സ്. ചിലപ്പോൾ പൊതുരംഗത്തുള്ള ആൾക്കാരെ ഇന്റർവ്യൂ ചെയ്തുകൊണ്ട് അദ്ദേഹം വാർത്തകൾ സൃഷ്ടിക്കും. ഈവൺ ഇൻ കോമൺ പ്ലേസ് ഇവന്റ്സ്, സർവ്വസാധാരണ സംഭവങ്ങളിൽ പോലും. ഹി ക്യാൻ ഫൈൻഡ് റിയൽ ഹ്യൂമൻ ഇൻട്രസ്റ്റ് തീംസ്. ശരിക്കും മനുഷ്യർക്ക് താല്പര്യമുള്ള സംഭവങ്ങൾ കണ്ടെത്താൻ ഒരു വാർത്താ ലേഖകന് കഴിയും. ഹി ക്യാൻ ഈസിലി റിവീൽ ദ ന്യൂസ് ബിഹൈൻഡ് ദ ന്യൂസ്. വാർത്തയ്ക്ക് പിന്നിലെ വാർത്ത വളരെ എളുപ്പത്തിൽ വെളിപ്പെടുത്താൻ ഒരു വാർത്താ ലേഖകന് കഴിയും. ആരാണോ ഒരു സക്സസ്ഫുൾ റിപ്പോർട്ടർ എന്ന ചോദ്യത്തിന് ഉത്തരമാണ്. ഇനി മറ്റൊരു ചോദ്യം: വാട്ട് ഈസ് ദ ചലഞ്ച് ഇൻ അവർ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ന്യൂസ്? ചലഞ്ച് അല്ല, ചേഞ്ച്. വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ അവർ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ദ ന്യൂസ്? വാർത്തകളുടെ കാര്യത്തിൽ നമുക്ക് ചില മാനസികമായ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എന്താണ് ആ മാറ്റം? ദ മോഡേൺ റീഡർ എക്സ്പെക്ട്സ് ഹിസ് ന്യൂസ് പേപ്പേഴ്സ് ടു ബി ഫുൾ ഓഫ് ന്യൂസ്. ആധുനിക വായനക്കാരൻ തൻ്റെ പത്രം മുഴുവനും നിറയെ വാർത്തകളായിരിക്കണം എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഫ് നോ ന്യൂസ് അവൈലബിൾ, വി വാണ്ട് ദ റിപ്പോർട്ടർ ടു മേക്ക് ദം ഫോർ അസ്. പ്രത്യേകിച്ച് അങ്ങനെ വാർത്തകളൊന്നും ലഭ്യമല്ലെങ്കിൽ റിപ്പോർട്ടർ നമുക്ക് വേണ്ടി വാർത്തകൾ സൃഷ്ടിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ദിസ് ചേഞ്ച് ഇൻ അവർ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ന്യൂസ്, വാർത്തകളുടെ നേർക്കുള്ള നമ്മുടെ ഈ മനോഭാവ മാറ്റം, ഈസ് എ സിംറ്റം ഓഫ് ദ ചേഞ്ചസ് ദാറ്റ് ഹാവ് ടേക്കൺ പ്ലേസ് ഇൻ അവർ എൻറ്റയർ സോഷ്യൽ ലൈഫ്. നമ്മുടെ മുഴുവൻ സാമൂഹിക ജീവിതത്തിലും നടന്നിരിക്കുന്ന മാറ്റങ്ങളുടെ ലക്ഷണം തന്നെയാണ് ഇത്. മറ്റൊരു ചോദ്യം: വാട്ട് വിൽ ഹാപ്പൻ ഇഫ് വി മോഡറേറ്റ് അവർ എക്സ്പെക്ടേഷൻസ്? നമ്മുടെ ഇത്തരം പ്രതീക്ഷകൾ നമ്മൾ മിതപ്പെടുത്തുകയാണെങ്കിൽ എന്ത് സംഭവിക്കും എന്നാണ് ചോദ്യം. നമുക്ക് ചില പ്രതീക്ഷകളൊക്കെ ഉണ്ട്. ആ പ്രതീക്ഷകളെ നമ്മൾ മിതപ്പെടുത്തുകയാണെങ്കിൽ എന്ത് സംഭവിക്കും എന്നാണ് ചോദ്യം. വി ഹാവ് ഗ്രേറ്റ് എക്സ്പെക്ടേഷൻസ് ആൻഡ് ഇമ്മോഡറേറ്റ് ഹോപ്സ്. വലിയ പ്രതീക്ഷകളാണ് നമുക്കുള്ളത്, മിതമല്ലാത്ത പ്രതീക്ഷകൾ. മോഡറേറ്റ് അല്ലാത്ത ഹോപ്പുകൾ. അബൌട്ട് അവർ ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് ന്യൂസ് ബ്രോഡ്കാസ്റ്റ്, നമ്മുടെ പത്രങ്ങളെക്കുറിച്ചും നമ്മുടെ പത്രങ്ങളുടെ ബ്രോഡ്കാസ്റ്റിനെ കുറിച്ചും. ഹൺഡ്രഡ്സ് ഓഫ് എഫിഷ്യന്റ് മെൻ ആൻഡ് വുമൺ ആർ വർക്കിംഗ് ഡേ ആൻഡ് നൈറ്റ് ടു സാറ്റിസ്ഫൈ ദീസ് എക്സ്പെക്ടേഷൻസ്. നൂറുകണക്കിന് കാര്യക്ഷമതയുള്ള സ്ത്രീകളും പുരുഷന്മാരും ദിനരാത്രങ്ങൾ പണിയെടുക്കുകയാണ് നമ്മുടെ ഈ പ്രതീക്ഷകൾ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി. ഇഫ് വി മോഡറേറ്റ് അവർ ഹോപ്സ്, നമ്മുടെ പ്രതീക്ഷകളെ നമ്മൾ മിതപ്പെടുത്തിയാലോ, ദീസ് പീപ്പിൾ മൈറ്റ് ബി ത്രോൺ ഔട്ട് ഓഫ് വർക്ക് ഓൾ ഓൺ എ സഡൻ. ഓൾ ഓൺ എ സഡൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്, പൊടുന്നനവേ, പ്രത്യേകിച്ച് പെട്ടെന്ന് അവരുടെ ജോലി എല്ലാം ഇല്ലാതെ അവർ ജോലിയിൽ നിന്ന് പുറത്താക്കപ്പെടും, അല്ലെങ്കിൽ പുറത്തെറിയപ്പെടും. നമ്മൾ നമ്മുടെ പ്രതീക്ഷകൾ, വാർത്തകളെക്കുറിച്ചുള്ള നമ്മുടെ പ്രതീക്ഷകൾ മിതപ്പെടുത്തിയാൽ അതാണ് സംഭവിക്കുക. ഈ വാർത്താ ലേഖകർക്ക് വാർത്തകൾ ഇല്ലാതാകും, അവരുടെ ജോലി നഷ്ടപ്പെടും എന്ന്. ഷോർട്ട് ആൻസേഴ്സ് ആണ്. വാട്ട് വാസ് അവർ ഒറിജിനൽ കോൺസെപ്റ്റ് ഓഫ് ന്യൂസ്? ചിലപ്പോൾ പാരഗ്രാഫ് ആൻസേഴ്സ് എന്നും പറയാം. അതേക്കുറിച്ചാണ്. എന്താണ് വാർത്തകളെ കുറിച്ചുള്ള നമ്മുടെ ഒറിജിനൽ കോൺസെപ്റ്റ്? ഒരു കാലത്ത് there was a time when man believed that the responsibility for making news was either God's or the devil's. വാർത്തകൾ ഉണ്ടാക്കാനുള്ള ഉത്തരവാദിത്വം ദൈവത്തിൻ്റെത് അല്ലെങ്കിൽ പിശാചിൻ്റെത് എന്നൊക്കെ മനുഷ്യൻ വിശ്വസിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു എന്ന് പറയാം.
God created the events and the newsmen were only reporting them. ദൈവം വാർത്തകൾ സൃഷ്ടിക്കുന്നുവെന്നും വാർത്താലേഖകർ അത് അവതരിപ്പിക്കുന്നു അഥവാ റിപ്പോർട്ട് ചെയ്യുന്നു എന്നും മാത്രമാണ് നമ്മൾ ധരിച്ചിരുന്നത്. സ്ലോലി, സാവധാനത്തിൽ, ദിസ് ആറ്റിറ്റ്യൂഡ് ചേഞ്ച്ഡ് ആൻഡ് we began to look upon news as anything that excited the reader. വായനക്കാരനെ അതിശയിപ്പിക്കുന്ന എന്തിനേയും വാർത്തയായി നമ്മൾ കാണാൻ തുടങ്ങി. ഇൻ അതർ വേർഡ്സ്, മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, the responsibility for making news was shifted from God to the news reporter. വാർത്തകൾ സൃഷ്ടിക്കാനുള്ള ഉത്തരവാദിത്വം ദൈവത്തിൽ നിന്നൊക്കെ മാറ്റി ഇന്ന് അത് വാർത്താലേഖകരിലേക്ക് മാറ്റിയിരിക്കുന്നു. He reported whatever there was to report. എന്താണ് റിപ്പോർട്ട് ചെയ്യാനുള്ളത് അത് അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നു. If there were not many exciting events, അതിശയോക്തികരമായ സംഭവങ്ങൾ കാര്യമായൊന്നുമില്ലെങ്കിൽ, it was not his fault. അത് അയാളുടെ കുറ്റമല്ല. All this has changed. What does Boorstin mean by this? ഇതെല്ലാം മാറിയിരിക്കുന്നു. എന്താണ് ഇതുകൊണ്ട് ബൂർസ്റ്റിൻ അർത്ഥമാക്കുന്നത്? Within the last 100 years, കഴിഞ്ഞ 100 വർഷങ്ങൾക്കുള്ളിൽ അവർ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ന്യൂസ് ഹാസ് അണ്ടർഗോൺ എ റെവല്യൂഷണറി ചേഞ്ച്. വാർത്തകളെ സംബന്ധിച്ചുള്ള നമ്മുടെ മനോഭാവം ഒരു വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് വിധേയമായി. In the past, we believed that the newsman reported all the events in the world. പണ്ട് നമ്മൾ വിശ്വസിച്ചിരുന്നു വാർത്താലേഖകര് ലോകത്തിലുള്ള എല്ലാ സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു. If there were no exciting events, അതിശയോക്തികരമായ സംഭവങ്ങളൊന്നുമില്ലെങ്കിൽ, it was not his fault. അത് വാർത്താലേഖകരുടെ കുറ്റമല്ല എന്ന് നമ്മൾ കരുതിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. This attitude has changed completely now. ഇന്നിപ്പോ ഈ മനോഭാവം പൂർണ്ണമായി മാറിയിരിക്കുന്നു. Today, ഇന്ന്, we want our papers to be full of news. നമ്മുടെ പത്രം നിറയെ വാർത്തകൾ നമുക്ക് വേണം. If there are no events, സംഭവങ്ങളൊന്നുമില്ലെങ്കിൽ, we want the reporter to create some. നമ്മുടെ റിപ്പോർട്ടർ കുറച്ച് സംഭവങ്ങളെ സൃഷ്ടിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. A good reporter can give us interesting reading by presenting interviews. ഒരു നല്ല റിപ്പോർട്ടർക്ക് രസകരമായ വായന നമുക്ക് പ്രദാനം ചെയ്യാൻ കഴിയും. എങ്ങനെ? By presenting interviews or by revealing the news behind the news. വാർത്തകൾക്ക് പിന്നിലെ വാർത്തകൾ വെളിപ്പെടുത്തിക്കൊണ്ട്. മറ്റൊരു ചോദ്യം, അവർ ചേഞ്ച് ഇൻ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ന്യൂസ് ഈസ് ബേസ്ഡ് ഓൺ മെനി ഫാക്ടേഴ്സ്. വാർത്തകളെ സംബന്ധിച്ചുള്ള നമ്മുടെ മനോഭാവമാറ്റം പല കാര്യങ്ങളെ സംബന്ധിച്ചുള്ളതാണ്. വിച്ച് ആർ ദ ഫാക്ടേഴ്സ് അക്കോർഡിംഗ് ടു ബൂർസ്റ്റിൻ? ഡാനിയൽ ജി ബൂർസ്റ്റിൻ ആണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ എന്തൊക്കെ ഘടകങ്ങളാണ് നമ്മുടെ ഈ മനോഭാവമാറ്റം, വാർത്തകളെ കുറിച്ചുള്ള മനോഭാവമാറ്റത്തിന് കാരണം? ദ ചേഞ്ച് ഇൻ അവർ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ന്യൂസ് ഈസ് എ സിംപ്റ്റം ഓഫ് ദ ചേഞ്ച് ഇൻ അവർ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് എ നമ്പർ ഓഫ് തിങ്സ് ഇൻ അവർ ഇറ. നമ്മുടെ കാലഘട്ടത്തിൽ ഒരുപാട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. അതിന്റെ ലക്ഷണമാണ് വാർത്തകളെ കുറിച്ചുള്ള നമ്മുടെ മനോഭാവമാറ്റവും. അതുപോലെ തന്നെ പറയുകയാണ്, അവർ ആറ്റിറ്റ്യൂഡ് ടു ദ ഹാപ്പനിങ് ഇൻ ദ വേൾഡ് ഈസ് ഡിഫറെന്റ്. ലോകത്തിൽ നടക്കുന്ന സംഭവങ്ങളെ കുറിച്ചുള്ള നമ്മുടെ മനോഭാവമാറ്റവും ഇന്ന് മനോഭാവം പോലും വ്യത്യസ്തമാണ്, ഡിഫറെന്റ് ആണ്. വി ആർ ഈഗർ ടു ഹിയർ അബൌട്ട് ന്യൂ സർപ്രൈസിങ് ആൻഡ് ഇമ്പോർട്ടന്റ് ഈവൻറ്റ്സ്. വളരെ പുതിയതും അതിശയോക്തികരവും എന്നാൽ സുപ്രധാനവുമായ കാര്യങ്ങൾ അറിയുവാനായിട്ട് നമ്മൾ ആകാംക്ഷാഭരിതരാണ്. ലോകത്തിലെ സന്തോഷകരമായ കാര്യങ്ങൾ ഓരോ ദിവസവും പ്രതീക്ഷിക്കാൻ, ലോകം ത്രില്ലിംഗ് ആയിട്ട് ഓരോ ദിവസവും മുന്നോട്ട് വരണം എന്ന് മനുഷ്യർ ആഗ്രഹിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ നമ്മുടെ ആ ഒരു ത്രില്ല് ശമിക്കാൻ വേണ്ടി നമ്മൾ വാർത്തകളെയും ആശ്രയിക്കുന്നു. വി ഹാവ് എ ന്യൂ ആറ്റിറ്റ്യൂഡ് ആസ് ടു ഹൗ ലൈഫ് ക്യാൻ ബി മെയ്ഡ് മോർ ചിയർഫുൾ ആൻഡ് എൻജോയബിൾ. ജീവിതം എങ്ങനെയൊക്കെയാണ് വാർത്തകൾ കണ്ടോ അല്ലെങ്കിൽ യാത്ര പോയോ എങ്ങനെ ചിയർഫുൾ ആക്കാം, എങ്ങനെ എൻജോയബിൾ ആക്കാം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുക. അവർ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് പവർ, അതുപോലെ തന്നെ അധികാരത്തെ സംബന്ധിച്ചും നമ്മുടെ മനോഭാവങ്ങൾ മാറിയിരിക്കുന്നു. ഹാസ് ഓൾസോ ചേഞ്ച്ഡ് ഇൻ ദ സെയിം മാനർ. അതുപോലെ തന്നെ വി ആർ നൗ റെഡി ടു ആക്സെപ്റ്റ് സ്യൂഡോ ഇവന്റ്സ്. ഇന്നിപ്പോൾ നമ്മൾ വ്യാജ സംഭവങ്ങളെ സ്വീകരിക്കാൻ തയ്യാറായിരിക്കുന്നു. ഇൻ ദ പ്ലേസ് ഓഫ് നാച്ചുറൽ ഹാപ്പനിങ്സ്, സ്വാഭാവിക സംഭവങ്ങളുടെ സ്ഥാനത്ത്. ദർ ഇസ് നോ എൻഡ് ടു അവർ ഡിമാൻഡ് ഫോർ ഇലൂഷൻസ്. അതായത് നമ്മുടെ മിഥ്യാസങ്കല്പങ്ങളുടെ പുറത്തുള്ള ഫാന്റസി ലോകത്തെ ആവശ്യങ്ങൾക്ക് ഒരു അറുതിയുമില്ലാതെ വന്നിരിക്കുന്നു. നമ്മുടെ ഇലൂഷൻസിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഡിമാൻഡിന് ഒരു അറുതിയുമില്ല, എൻഡുമില്ല എന്ന് വന്നിരിക്കുന്നു. ഇനി ദി അനക്ഡോട്ട് റിലേറ്റഡ് ടു നെപ്പോളിയൻ ഈസ് ഇൻഡിക്കേറ്റീവ് ഓഫ് വാട്ട് അക്കോർഡിംഗ് ടു ബൂർസ്റ്റിൻ. ഡാനിയൽ ജി ബൂർസ്റ്റിൻ നെപ്പോളിയന്റെ ജീവിതത്തിൽ ഒരു സംഭവകഥ പറയുന്നു. എന്താണ് അത് സൂചിപ്പിക്കുന്നത്? ബൂർസ്റ്റിൻ says that the present reader of newspapers wants his papers to be full of news. ബൂർസ്റ്റിൻ പറയുന്നു, ഇന്നത്തെ വാർത്താ വായനക്കാരൻ വിചാരിക്കുന്നത് തന്റെ പത്രം നിറയെ വാർത്തകൾ ഉണ്ടാകണമെന്ന്. He wants the reporter to make news for him. അങ്ങനെ ഇന്നത്തെ പത്രപ്രസാധകര്, പബ്ലിഷേഴ്സ് തന്റെ പത്രത്തിൽ നിറയെ
വാർത്തകൾ റിപ്പോർട്ടർമാർ ഉണ്ടാക്കിത്തരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഹി വാണ്ട്സ് ദ റിപ്പോർട്ടർ ടു മേക്ക് ന്യൂസ് ഫോർ ഹിം. ഇന്നത്തെ ആധുനിക വായനക്കാരനും അങ്ങനെ തന്നെ. ഈവൺ ഔട്ട് ഓഫ് സ്യൂഡോ ഇവന്റ്സ്. ശരിക്കുള്ള സംഭവങ്ങളില്ലെങ്കിൽ വ്യാജ സംഭവങ്ങളായാലും മതി, വ്യാജ സംഭവങ്ങളിൽ നിന്നായാലും വാർത്തകൾ സൃഷ്ടിച്ചാൽ മതി എന്ന മനോഭാവം വാർത്താ വായനക്കാരന്. ദ പവർ ടു മേക്ക് എ റിപ്പോർട്ടബിൾ ഈവന്റ് ഈസ് ദ പവർ ടു മേക്ക് എക്സ്പീരിയൻസ്. അതായത് ഒരു റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സംഭവത്തെ ഉണ്ടാക്കാനുള്ള കഴിവ് എന്ന് പറഞ്ഞാൽ അതായത് ഒരു അനുഭവ സമ്പത്തിനെ സൃഷ്ടിക്കാനുള്ള കഴിവ് എന്നുകൂടിയാണ് അർത്ഥം എന്ന് പറയുകയാണ്. തുടർന്ന് പറയുന്നു, വൺസ് നെപ്പോളിയൻ വാസ് അബ്സല്യൂട്ട് ടു സ്റ്റാർട്ട് എ ബിഗ് ബാറ്റിൽ. നെപ്പോളിയൻ ഒരിക്കൽ ഒരു വലിയ യുദ്ധം തുടങ്ങാനിരിക്കുകയായിരുന്നു. ഹിസ് ജനറൽ ഒബ്ജക്റ്റഡ്. അദ്ദേഹത്തിന്റെ പട്ടാള മേധാവി എതിർപ്പ് പ്രകടിപ്പിച്ചു നെപ്പോളിയനോട്, സെയിങ് ദാറ്റ് സർക്കംസ്റ്റൻസസ് വെർ അൺഫേവറബിൾ ഫോർ എ ബാറ്റിൽ. നമുക്കൊരു യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ ഇപ്പോൾ അത്ര അനുകൂലമല്ലെന്ന് ആ സമയത്ത്. ദ സ്റ്റോറി ഈസ് ദാറ്റ്, കഥ ഇങ്ങനെയാണ്, നെപ്പോളിയൻ ഷൗട്ടഡ് ബാക്ക്. നെപ്പോളിയൻ തിരിച്ച് ഒച്ചയുണ്ടാക്കി, ഐ മേക്ക് സർക്കംസ്റ്റൻസസ്. സാഹചര്യങ്ങളെ ഞാൻ സൃഷ്ടിക്കും. ദ ക്രിയേറ്റേഴ്സ് ഓഫ് സ്യൂഡോ ഈവൻസ് കം വെരി ക്ലോസ് ടു നെപ്പോളിയൻസ് ബോസ്റ്റ്. നെപ്പോളിയന്റെ ഈ പൊങ്ങച്ചം പറച്ചിലുണ്ടല്ലോ, ഈ വീമ്പ് പറച്ചിൽ, അതിനോട് വളരെ അടുത്ത് വരും ഇന്ന് വ്യാജ സംഭവങ്ങളെ സൃഷ്ടിക്കുന്ന പത്രക്കാരും എന്ന് പറയുകയാണ് ഡാനിയൽ ജി ബൂർസ്റ്റീൻ. ഇൻഫാക്ട് ദേ മേക്ക് ദ സർക്കംസ്റ്റൻസസ് ഫോർ ദ സ്യൂഡോ ഇവന്റ്സ്. ഇന്ന് അവർ സാഹചര്യങ്ങളെ വ്യാജ സംഭവങ്ങൾക്ക് വേണ്ടിയിട്ട് സൃഷ്ടിച്ചെടുക്കുകയാണ്. ആൻഡ് ദെൻ റിപ്പോർട്ട് ദം ടു ദെയർ പേപ്പേഴ്സ്. എന്നിട്ട് അവ തങ്ങളുടെ പത്രങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്നു. എസ്സേ ആണ്, ആൻസർ ഇൻ അബൌട്ട് 200 വേർഡ്സ്. ഹൗ ഡു ബൂർസ്റ്റീൻ ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ആൻ ഇവന്റ് ആൻഡ് എ സ്യൂഡോ ഇവന്റ്? ഒരു യഥാർത്ഥ സംഭവവും ഒരു വ്യാജ സംഭവവും തമ്മിൽ എങ്ങനെയാണ് വേർതിരിക്കുന്നത്? ഈ ചോദ്യം മറ്റൊരു രീതിയിലും ചോദിക്കാം. വാട്ട് ആർ ദ മേജർ ചേഞ്ചസ് ഇൻ അവർ പെർസെപ്ഷൻ ഓഫ് ന്യൂസ് അക്കോർഡിംഗ് ടു ബൂർസ്റ്റീൻ? ഡാനിയൽ ജി ബൂർസ്റ്റിന്റെ അഭിപ്രായത്തിൽ നമ്മുടെ കാഴ്ചപ്പാടിൽ വന്നിരിക്കുന്ന പുതിയ പ്രമുഖ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഡാനിയൽ ജി ബൂർസ്റ്റിൻ, ദ സെലിബ്രേറ്റഡ് അമേരിക്കൻ റൈറ്റർ, points out that there is a revolutionary change in the modern reader's attitude towards newspapers. പത്രങ്ങളെ സംബന്ധിച്ചുള്ള ആധുനിക വായനക്കാരന്റെ മനോഭാവത്തിൽ വിപ്ലവകരമായ മാറ്റം, റെവല്യൂഷണറി ചേഞ്ച് ഉണ്ടായിട്ടുണ്ട് എന്നാണ് ആദ്യം പറയുന്നത്, ഒരു ഇൻട്രൊഡക്ഷൻ പോലെ. 300 years ago, 300 വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിലെ ആദ്യത്തെ പത്രമാണ് പബ്ലിക് ഒക്കറൻസ്. അപ്പോൾ അതിനകത്ത് വന്നിരുന്ന വാർത്ത, ദി ഫസ്റ്റ് ന്യൂസ് പേപ്പർ ഇൻ അമേരിക്ക ബ്രോട്ട് ന്യൂസ് ടു ദ റീഡർ ജസ്റ്റ് വൺസ് ഇൻ എ മന്ത്. മാസത്തിൽ ഒരിക്കൽ മാത്രമേ വായനക്കാരന് വാർത്ത എത്തിച്ചു കൊടുക്കുകയുള്ളൂ. പീപ്പിൾ വർ സാറ്റിസ്ഫൈഡ് വിത്ത് ദാറ്റ്. അതുകൊണ്ട് ജനങ്ങൾ തൃപ്തരായിരുന്നു. ഇൻ ദോസ് ഡേയ്സ്, അന്നത്തെ കാലത്ത്, ദ റീഡേഴ്സ് തോട്ട് ദാറ്റ്, വായനക്കാർ വിചാരിച്ചു, അതായത് ദ റെസ്പോൺസിബിലിറ്റി ഫോർ മേക്കിംഗ് ന്യൂസ് വാസ് എൻറ്റയർലി ഗോഡ്സ്. വാർത്തകൾ ഉണ്ടാക്കാനുള്ള ഉത്തരവാദിത്വം പൂർണ്ണമായും ദൈവത്തിന്റെ കയ്യിലാണെന്ന്. ദ ന്യൂസ്മാൻസ് ഡ്യൂട്ടി വാസ് ഓൺലി ടു റിപ്പോർട്ട് ദീസ് ഗോഡ് മെയ്ഡ് ഈവൻറ്റ്സ്. ദൈവം സൃഷ്ടിക്കുന്ന ഈ സംഭവങ്ങളെ റിപ്പോർട്ട് ചെയ്യുക മാത്രമാണ് പത്രക്കാരന്റെ ധർമ്മമെന്ന്. ഇഫ് ദർ വേഴ്സ് നോ മോർ ഈവൻറ്റ്സ്, കൂടുതൽ സംഭവങ്ങളില്ലെങ്കിൽ, ഇറ്റ് വാസ് നോട്ട് ദ റിപ്പോർട്ടേഴ്സ് ഫാൾട്ട്, അത് റിപ്പോർട്ടറുടെ ഫോൾട്ടേ അല്ല എന്ന് എല്ലാവരും ധരിച്ചിരുന്നു. ഹി കുഡ് റിപ്പോർട്ട് ഓൺലി വാട്ട് റിയലി ഹാപ്പൻഡ്. ശരിക്കും ഇവിടെ ലോകത്തിൽ നടന്നതെന്തോ അതിനെ റിപ്പോർട്ട് ചെയ്യാനേ പത്രക്കാരന് കഴിയും. ഇൻ അതർ വേർഡ്സ്, മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, ദ റീഡേഴ്സ് വർ വെരി ഹാപ്പി വിത്ത് ദ ന്യൂസ് ഓഫ് ദ ആക്ച്വൽ ഇവൻറ്റ്സ്. യഥാർത്ഥ സംഭവങ്ങളുടെ വാർത്തകൾ കേട്ട് വായനക്കാർ സംതൃപ്തരായിരുന്നു, സന്തോഷഭരിതരായിരുന്നു. ബട്ട് ഇൻ ദ മോഡേൺ ടൈംസ്, പക്ഷേ ആധുനിക കാലഘട്ടത്തിൽ, ദിസ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ന്യൂസ് ഹാസ് അണ്ടർഗോൺ എ കംപ്ലീറ്റ് ചേഞ്ച്. വാർത്തകളെ സംബന്ധിച്ചുള്ള ഈ മനോഭാവം വല്ലാതെ മാറിയിരിക്കുന്നു, സമ്പൂർണ്ണമായ മാറ്റത്തിന് വിധേയമായിരിക്കുന്നു. ടുഡേ, ഇന്ന്, ദ റീഡർ വാണ്ട്സ് ഹിസ് പേപ്പേഴ്സ് ടു ബി ഫിൽഡ് വിത്ത് ന്യൂസ്. വായനക്കാരൻ തന്റെ പത്രങ്ങൾ വാർത്തകൾ കൊണ്ട് നിറയണമെന്ന് ആഗ്രഹിക്കുന്നു. ഇഫ് നോ ന്യൂസ് ഈസ് അവൈലബിൾ, വാർത്തകളൊന്നും ലഭ്യമല്ലെങ്കിൽ, ഹി ഫീൽസ് ദാറ്റ് ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ റിപ്പോർട്ടർ ടു മേക്ക് ദം. വാർത്തകൾ ഉണ്ടാക്കേണ്ടത് റിപ്പോർട്ടറുടെ ചുമതലയാണെന്ന് പോലും ചിന്തിക്കുന്നു വായനക്കാരൻ. ഇഫ് നോ ഈവന്റ് ടേക്സ് പ്ലേസ് നാച്ചുറലി, സ്വാഭാവികമായി പ്രത്യേകിച്ചൊന്നും നടന്നില്ലെങ്കിൽ എന്താ, ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ ന്യൂസ് മാൻ ടു മേക്ക് സ്യൂഡോ ഈവൻറ്റ്സ് ആർട്ടിഫിഷ്യലി. കൃത്രിമ സംഭവങ്ങളെ കൃത്രിമമായി ഉണ്ടാക്കേണ്ടത് അയാളുടെ കടമയാണ് എന്നും വായനക്കാരൻ കരുതുന്നു. എ ക്ലെവർ റിപ്പോർട്ടർ ക്യാൻ മേക്ക് എ ഗുഡ് ന്യൂസ് സ്റ്റോറി ത്രൂ ആൻ ഇന്റർവ്യൂ വിത്ത് എ പബ്ലിക് ഫിഗർ. ഒരു പൊതുസമ്മതിയുള്ള ഒരു നേതാവിനോട് ഒരു മനോഹരമായി ഇന്റർവ്യൂ നടത്തിക്കൊണ്ട് ഒരു സമർത്ഥനായ റിപ്പോർട്ടർക്ക് വാർത്തകൾ സൃഷ്ടിക്കാവുന്നതേ ഉള്ളൂ. ഹി ക്യാൻ മേക്ക് ഇൻട്രസ്റ്റിംഗ് സ്റ്റഫ് ഈവൺ ഫ്രം കോമൺ പ്ലേസ് ഇവന്റ്സ്. ഒരു സർവ്വസാധാരണമായ സംഭവങ്ങളിൽ നിന്ന് പോലും രസിക്കാൻ പറ്റിയ സ്റ്റഫ് ഉണ്ടാക്കാൻ ഒരു നല്ല പത്രക്കാരന് കഴിയുമെന്നും കരുതുന്നു. ദിസ് ചേഞ്ച് ഈസ് എ റിഫ്ലക്ഷൻ ഓഫ് അവർ അതർ ചേഞ്ചസ് ദാറ്റ് ഹാവ് ടേക്കൻ പ്ലേസ് ഇൻ അവർ ലൈഫ്സ്. നമ്മുടെ ജീവിതത്തിൽ ഇത് മാത്രമല്ല, ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ മാറ്റങ്ങളുടെ എല്ലാം പ്രതിഫലനമാണ്, അമിത പ്രതീക്ഷകളാണ് നമ്മൾ എല്ലാത്തിൽ നിന്നും എല്ലാവരിൽ നിന്നും നമ്മൾ വെച്ചു പുലർത്തുന്നത്.
ജീവിതം അപ്പോഴേ സുഖകരമാവുകയുള്ളൂ എന്ന് നമ്മൾ കരുതുന്നു.